തൃശ്ശൂരിലെ സ്വപ്നങ്ങളെ കുറിച്ചും മറ്റു പദ്ധതികളെ കുറിച്ചും ബഹുമാനപ്പെട്ട മന്ത്രി സംസാരിച്ചതിന് ശേഷം നമ്മുടെ ചോദ്യങ്ങൾ പറയുന്നത്. അതൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. നിങ്ങൾ ചോദിക്കുന്ന വഴിയെ ന്യായമായിട്ടും സാങ്കേതികമായി ചോദിക്കാൻ യോഗ്യതയുള്ള ചോദ്യമാണ്. അതിന്റെ പൊരുളാണെങ്കിൽ മാത്രം ചോദിച്ചാൽ ഞാൻ അതിന് ഉത്തരം പറയാം. സാങ്കേതികത എന്ന് പറയുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ ഊന്നിയുള്ള ഭരണത്തിന്റെ ഉത്തരവാദിത്വമാണ്. ആ സാങ്കേതികത, അതിന്റെ സാധ്യത, ഫീസിബിലിറ്റി ഇതെല്ലാം മനസ്സിലാക്കിയേ എൻ്റെ അടുത്ത് നിങ്ങൾ ചോദിക്കാവൂ. എന്നേക്കാൾ സീനിയോറിറ്റി ഈ പ്രസ്ഥാനത്തിനുണ്ട്. ജേർണലിസം എന്ന് പറയുന്നത് ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന് ആ സീനിയോറിറ്റി ഉണ്ട്. പുതുതായി ഇന്നലെ വന്ന ഒരാളും തീർച്ചയായിട്ടും ആ സീനിയോറിറ്റിയുടെ ഒരു ഫ്ലാഗ് സ്റ്റാഫ് ബെയറർ ആയിരിക്കണം. ഒരു ബാറ്റൺ എടുത്ത് ഓടുന്ന ഓട്ടമായിരിക്കണം. ആ ബാറ്റണിൽ എത്ര പൊരുള് ഗ്യാദർ ചെയ്ത് വെച്ചിട്ടുണ്ടോ അങ്ങനെ തന്നെ പോകണം. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി. ഞാൻ സംസാരിച്ച് നിങ്ങളുടെ ചോദ്യത്തിനുള്ള സമയം അപഹരിക്കുന്നില്ല. നത്തിങ് ഔട്ട് ഓഫ് ദ ബോക്സ്. I will just stand up and walk away. I have been instructed by my top leaders to do so. Nothing out of the box. Anything that will concern the people, the responsibility that is vested on me through their heartful pressings. Heartful. So make this a very heartful event. Thank you. You may. ഫസ്റ്റ് പ്രയോറിറ്റി, ലാസ്റ്റ് പ്രയോറിറ്റി ഇല്ല, പ്രയോറിറ്റീസും ഇല്ല. ജനങ്ങൾക്ക് ഗുണപ്രദമാകുന്ന, യോഗ്യമായും എല്ലാ അർത്ഥത്തിലും സ്ഥാപിക്കപ്പെടാൻ പറ്റുന്ന ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതും അങ്ങോട്ട് വാഗ്ദാനം ചെയ്തതും അല്ലാത്ത പുതിയ ഡെവലപ്മെന്റ്സ് ഈ ഒരു അവരോഹണത്തിലൂടെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഏങ്ങണ്ടിയൂർ ഭാഗത്ത്, ഗുരുവായൂർ ഭാഗത്ത് ഒരുപക്ഷെ ഇങ്ങനൊരു പദ്ധതി വരുന്നു എന്നറിഞ്ഞ് ഒരു സാമ്പത്തിക അതിക്രമ സ്വഭാവം കൊണ്ട് വന്നില്ലെങ്കിൽ അവിടെ ഇൻവെസ്റ്റേഴ്സ് വരാനുള്ള സാധ്യതകളെ സംബന്ധിച്ച് വാഗ്ദാനങ്ങളുണ്ട്. അങ്ങനെ ഉദ്ദേശിക്കുന്ന ഒരു പ്രക്രിയയ്ക്ക് ഒരു നാന്ദി കുറിക്കുന്ന തരത്തിൽ ഒരു പൈലറ്റ് പ്രോജക്ട് ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ കൂടുതൽ അതിനെക്കുറിച്ച് ഞാൻ വെളിവാക്കുന്നില്ല. പിന്നെ ഇത് നാളെ തന്നെ ചില ആൾക്കാർ ചോദിക്കും, എവിടെ വന്നില്ലല്ലോ, നാളെ ചോദിക്കാനൊക്കത്തില്ലല്ലോ അല്ലേ? അപ്പൊ അത് വരും എന്ന് തന്നെയാണ് എന്റെ നിശ്ചയം. പക്ഷെ അതിന്റെ ഒരു കാലാവസ്ഥ ഒരുക്കേണ്ടത് ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് ടു എ പേഴ്സൺ ഹു ഇൻവെസ്റ്റ് മണി ഓൺ എ ലാൻഡ് വിച്ച് ഇസ് നോട്ട് ഹിസ് ഓൺ എന്ന് പറയുന്ന ഒരു സംവിധാനം അതിനകത്തുണ്ട്. അപ്പൊ എനിക്കും ഇതിന്റെ ഗുണമുണ്ടാവണം. അല്ലെങ്കിൽ ഈ ഭൂമി കൊണ്ട് എനിക്ക് ഒരു ഗുണവും ഭൂമി മലയാളം നിലനിൽക്കുവോളം കാലമുണ്ടാവില്ല എന്ന് പറയുന്ന അവസ്ഥയിലുള്ള നിയമങ്ങൾ, CRZ 3, ഇതെല്ലാം കണക്കിലെടുത്ത് എന്താണ് നമുക്ക് സാധ്യമാകുന്നത്? കണ്ടൽ വനം തൊട്ടുകൂടാ. കണ്ടൽ വനം ഒരു വശത്തുണ്ടായിപ്പോയി, മറുവശത്ത് കായല്. അവിടെ നിർമ്മിതികൾക്ക് ഒരു കാരണവശാലും സാധ്യതയില്ല എന്ന് പറയുന്ന ഒരു 27 ഏക്കർ ഭൂമി കൊച്ചിയിലുണ്ടെങ്കിൽ അവിടെയും ഈ സംവിധാനം വരാം. എന്റെ വകുപ്പിന് ചെയ്യാവുന്ന കാര്യമാണ് കോർഡിനേറ്റ് ചെയ്യാം, പദ്ധതി രൂപകൽപ്പന ചെയ്യാം. അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആ ഒരു സ്ട്രിങ്ങിൽ പെടുന്ന, ഇപ്പൊ അത് ഒരു തീപ്പെട്ടി കമ്പനി ബിസിനസ് ആണെങ്കിൽ ആ തീപ്പെട്ടി കമ്പനി ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന വലിയ ഒരു കൺസോർഷ്യത്തെ ഇൻവൈറ്റ് ചെയ്ത് അവർക്ക് എത്രമാത്രം ഏരിയ സ്റ്റേക്ക് ഹോൾഡിംഗ്, തീപ്പെട്ടി കമ്പനി അല്ല കേട്ടോ വരുന്നത്, ഞാനത് എക്സ്പോസ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. കാരണം അതിന്റെ ഒരു വെർച്വൽ എലിഗൻസ് എന്ന് പറയുന്നത് ഒരു ഹൈപ്പിലേക്ക് പോകാൻ പാടില്ല. റിയൽ എന്ന് പറയുന്നതിലേക്ക് പോകണമെങ്കിൽ അതിനകത്ത് ഫീസിബിലിറ്റി മെനോവറിങ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. സോ വി ഷുഡ് ലെറ്റ് ദി ലാൻഡ് ആൻഡ് ദി ഓഫർ, ലെറ്റ് ദം സ്റ്റേ വിത്ത് ദ സെയിം ലെവൽ ഹെഡഡ്നെസ്, മൈൻഡ് സെറ്റ് ആൻഡ് മെന്റൽ സ്ട്രക്ചർ, സോ ദാറ്റ് people will come with money to invest in the hope that they'll be able to double that money. Triple that money will be out of question because there is no possibility. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സംവിധാനം വരും. ഈ പറയുന്ന ഞാൻ കണ്ട ഇലക്ഷൻ പ്രചരണ സമയത്ത് ഈ ഭൂമി കൊണ്ട് എങ്ങനെയാണ് അവര് ഇതിന്റെ വാർഷിക ചുങ്കമടയ്ക്കുന്നത്? ചുങ്കമടയ്ക്കണമെങ്കിൽ ചിലപ്പോൾ പോയി വല വീശി മീൻ പിടിച്ചു കൊണ്ടുവന്ന് വിറ്റ് അതില് ഈ എന്താണ് സിക് പീരിയഡുകളുണ്ട്, ക്ലൈമാറ്റിക് പീരിയഡ്സ്. അതിനകത്ത് അവർക്ക് ചിലപ്പം വറ്റിന് പോലുമുള്ള പണം ഉണ്ടായെന്ന് വരത്തില്ല. അതിനും മേലെ ഒരു സമ്പാദനത്തിലൂടെ എങ്ങനെയാണ് ഇതിന്റെ കരമടയ്ക്കുന്നത്? ചുങ്കമല്ല, കര.
അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് അവർക്കൊരു പക്ഷേ അവരുടെ വീട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും മക്കളുടെ പഠിത്തം നോക്കുന്നതിനും വേണ്ടി ഒരു ഇൻവെസ്റ്റർ പുറത്തു നിന്ന് വരുമ്പോൾ അയാളുടെ കൊങ്ങായിക്ക് പിടിച്ചല്ല, അയാളുടെ ഹൃദയത്തെ സ്വീകരിച്ചുകൊണ്ട് ഒരു സമ്പ്രദായം തുടങ്ങാൻ പറ്റുമോ? ഉണ്ട്. അപ്പോ പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനമാണ്. അങ്ങനെ ഒരു പദ്ധതി വന്നാൽ കേരളത്തില് തനത് അതിന്റെ അന്തസത്ത സ്വത്വം ഒട്ടും ചോർത്താത്ത ചില സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ടൂറിസം മോഡ്യൂൾ എനിക്കിതിനപ്പുറം പറയാൻ പറ്റുന്നില്ല. ഞാൻ സൂക്ഷിച്ച് അത് ഒന്ന് എക്സിബിഷൻ എലമെന്റ് ആക്കരുത്, ഹാപ്പനിങ് എലമെന്റ് ആക്കണം. ഇപ്പൊ ഞാനത് തുറന്നു പറഞ്ഞാൽ അതിന്റെ ഹാപ്പനിങ് വിൽ ബിക്കം. ടൂറിസത്തിന്റെ കാര്യം പറയുമ്പോൾ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഉണ്ടായ വലിയ വീഴ്ചകൾ തിരുത്തപ്പെടേണ്ട ചിലതുണ്ട്. പ്രത്യേകിച്ച് കേച്ചേരി കുന്നംകുളം റോഡടക്കമുള്ള പ്രതിസന്ധികൾ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കേച്ചേരി കുന്നംകുളം റോഡ് മാത്രമല്ല, അത് എനിക്ക് തോന്നുന്നു നടുവിലാൽ വരെയും എത്തേണ്ട പദ്ധതിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ നടുവിലാൽ വരെ കൊണ്ടുവരുന്നതിനുള്ള ഒരു ആവശ്യകത ഇത് ഏത് പേരിലാണോ ഏത് ഉദ്ദേശത്തോടെയാണോ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് അന്വേഷിച്ചാൽ അറിയാം. പോസ്റ്റ് ഫ്ലഡ് ലോജിസ്റ്റിക് അറേഞ്ച്മെന്റ്, വാട്ട് ഇസ് കോൾഡ് റോഡ്. പോസ്റ്റ് ഫ്ലഡ് എന്ന് പറയുന്നത് നമുക്ക് ഡാം, നമ്മുടെ മണിയാശാന്റെ ഡാം തുറന്നു വിട്ട് അത് പാഞ്ഞു വന്ന് മാളയിലെ ആൾക്കാരെയും ചാവക്കാടുള്ള ആൾക്കാരെയും മുക്കി കൊല്ലുന്നുള്ള അവസ്ഥ വന്നപ്പോൾ ഉണ്ടായ നീക്കത്തിനുള്ള സാധ്യത അതൊരു വലിയ ഭീഷണിയാണ് ഇനി വരും തലമുറയ്ക്കെന്ന് കരുതി ഫ്ലഡ് റിലീഫ് ആക്ടിവിറ്റീസിന് വേണ്ടി ആ സിസ്റ്റത്തിൽ നിന്ന് വന്ന തുകയാണ് ഈ കാണുന്ന കേന്ദ്ര ഫണ്ട് മാത്രമാണത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അനീഷ് ഇവിടെ ഉണ്ടോ? എത്രായിരം കോടിയാണ്? 37,600 crores if my digits are correct. അത് വന്നു. അതിന്റെ കോൺട്രാക്ടർമാരോട് ചോദിക്കൂ നിങ്ങൾ ഞങ്ങളോട് എന്തെല്ലാം ചോദ്യം ചോദിക്കുന്നു, എന്തുകൊണ്ടത് സമയബന്ധിതമായി തീർന്നില്ല, അതിന്റെ കാരണം എന്ത്? അവരോട് ചോദിക്കൂ. ഞാൻ ആരെയും കുറ്റം പറയാൻ ഞാൻ വരില്ല. ആരെങ്കിലും എന്നെ കുറ്റം പറഞ്ഞാൽ അത് അവരുടെ കാര്യം, എന്നെ ബാധിക്കുന്നതല്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ തട്ടിക്കളയും. അതേ എനിക്ക് പറ്റും. ഞാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി വളരെ ലോയലായിട്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും തൃപ്തിയാവുന്ന തരത്തിൽ ഞാൻ ചെയ്യും. അത് പ്രതിജ്ഞാബദ്ധമാണ്. അത് ശക്തമായി തന്നെ ഇവിടെ സ്ഥാപിച്ച് പറയുകയാണ്. എയിംസിന്റെ കാര്യത്തിലും അത് കേരളത്തിന് വേണ്ടിയാണ്, ഒരു പ്രദേശത്തിന് വേണ്ടിയല്ല. അല്ല, അത് ഇപ്പോഴല്ല, 2015 പറഞ്ഞ കാര്യമാണ്. അതിനും ഈ പറയുന്ന ഒരു പ്രീ മെച്യൂർ പീരിയഡിലുള്ള എക്സിബിഷനിസം വിൽ പ്രൂവ് ഡേഞ്ചറസ്. ചർച്ചകൾ വരുന്നുണ്ട്. ആവശ്യപ്പെടുന്നവർക്കെല്ലാം അവരുടെ അവകാശമുണ്ട് അത് ആവശ്യപ്പെടാൻ. പക്ഷേ അത് അക്കാലത്ത് ആരോഗ്യമന്ത്രിയോട് ചോദിക്കുക. ഉറപ്പായിട്ടും എത്തും. അത് ഞാൻ പിടിച്ചതിന് 10 കൊമ്പ് എന്ന് നിശ്ചയിക്കാതിരുന്നാ മതി. ആരും ഫങ്ഷണൽ ആവുമെന്നറിയത്തില്ല. കാരണം ഇത്രയും ഹേർഡിൽസ് ആണ് നമ്മൾ തരണം ചെയ്യേണ്ടത്. ഹേർഡിൽസ് ആണ്, മാൻ മെയ്ഡ് ഹേർഡിൽസ്, അല്ലാതെ തടസ്സങ്ങളല്ല, സ്വയംഭൂവായ തടസ്സങ്ങളല്ല, നിർമ്മിത തടസ്സങ്ങളാണ്. ഇത് ഇത്രയും നീക്കി വരുന്നത് സ്മൂത്ത് സെയിലിംഗ് ആണോ? യു ഹാവ് ടു സെറ്റ് ദി വാട്ടർ കറന്റ്, അല്ലേ? Let the state set the water current, we will set the sail. തടസ്സവാദമെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറയാത്ത ഒന്നും പറയാം. തടസ്സങ്ങൾ, അതന്നെ ഞാൻ പറഞ്ഞു. എന്റെ ധാരണ ഞാൻ പറയാം. That will not be answered. It's only an allegation. It's only an allegation. It will go unanswered.
സോറി പ്ലീസ്. സി, അതിനെ സംബന്ധിച്ച് ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് എല്ലാമല്ല, ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറയാത്ത കാര്യമാണ് ഞാനിവിടെ ഇപ്പൊ അവതരിപ്പിച്ചത്. ആദ്യം അങ്ങനെയുള്ള, അതായത് നമ്മൾ പിന്നെയും മണ്ഡലത്തിൽ വന്ന് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ ഇതല്ല, അതിനേക്കാൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട്. ഇതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ബേസിക് ആയിട്ട് സാങ്കേതികമായി നടക്കില്ല എന്നാണ് ഇപ്പോഴും അതിന്റെ തലവൻ പറയുന്നത്. എങ്ങനെ നടപ്പിലാക്കി എടുക്കാൻ നോക്കും എന്നത് എന്റെ ഉദ്യമത്തിന്റെ ഭാഗമായിരിക്കും. ദാറ്റ് വിൽ ബി മൈ മിഷൻ. മെട്രോ ടു കോയമ്പത്തൂർ നടത്തും എന്നല്ല പറഞ്ഞിരിക്കുന്നത്. എവിടെയൊക്കെ ഇന്നലെ എഴുതി കണ്ടു. നെവർ ഹാവ് ഐ സെഡ് ഇറ്റ്. നടത്താൻ വേണ്ടി ശ്രമിക്കും. ഇത് അമൂല്യമാണ്, ഇത് അനിവാര്യമാണ്. അതാ പറഞ്ഞിരിക്കുന്നത്. അനിവാര്യമല്ല എന്ന് നിങ്ങൾ പത്രസമൂഹം എന്നെ ധരിപ്പിക്കും. ഞാൻ പിൻവാങ്ങാം, ശ്രമത്തിൽ നിന്ന് പിൻവാങ്ങാം. ഇപ്പോ മണ്ണുത്തിയിൽ നിന്ന് നാഷണൽ ഹൈവേയുടെ സ്ഥലം തന്നെ ഉണ്ട് അവിടെ. എനിക്ക് തോന്നുന്നു 40 ഏക്കറോ മറ്റോ ആണുള്ളത്. അവിടെ നിന്ന് ആരംഭിക്കുന്ന ഒരു ക്രോസ് കട്ട് റോഡ് കവറിംഗ് Trichy city. I will call it a city because it is growing and I will let it grow into a city. It is not a town. For features you have attributed, for features which have come from God, from or maybe as God's blessings, it has been a city since its birth. എല്ലാ കാര്യങ്ങളും പലതിനും തലസ്ഥാനമാണ്. ജനങ്ങളുടെ ആനന്ദത്തിലേക്കുള്ള ഏറ്റവും വലിയ കാഴ്ചയുടെ തലസ്ഥാനമാണിത്. സാംസ്കാരിക തലസ്ഥാനമൊക്കെ അതിന് മേലെയുള്ളതായിരിക്കാം, കീഴെയുള്ളതായിരിക്കാം. അപ്പോൾ ഒരു ക്രോസ് കട്ട് റോഡ്, നോട്ട് ലെറ്റിംഗ് പീപ്പിൾ ഹു ഹാവ് ടു ട്രാൻസാക്ട് ഫ്രം നാഷണൽ ഹൈവേ 47 ടു 66, 17 പോകേണ്ടവർക്ക് ഒരു എക്സിറ്റും എൻട്രിയും ഇല്ലാതെ ഒരു റോഡ്. ഇത് മനസ്സിലുണ്ടായിരുന്നത് മാനിഫെസ്റ്റോയിൽ ഞാൻ പറഞ്ഞു. മാനിഫെസ്റ്റോ കണ്ടു കഴിഞ്ഞിട്ട് തൃശ്ശൂരിലെ കച്ചവടക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ട്, എന്റെ ആൾക്കാരെ അറിയിച്ചിട്ടുണ്ട്. അവരെല്ലാം ഇവിടെ വന്ന് തിക്കും തിരക്കും ഉണ്ടാക്കി പോകണം, എന്നാലേ ഞങ്ങളുടെ കച്ചവടം ഇവിടെ ബലപ്പെടൂ. ഞാനത് പരിഗണിക്കണ്ടേ? അപ്പൊ നിങ്ങൾ തീരുമാനിക്കും. ഇതിനൊരു വയമീഡിയ ഉണ്ടോ? ഒറ്റ കാര്യം ചെയ്യാവുന്നത്, തൃശ്ശൂരിൽ വരേണ്ട ആവശ്യമേ ഇല്ല. ഞങ്ങൾക്കിത് തൃശ്ശൂർ വഴി ഇത്രയും ശ്വാസം മുട്ട് ഞങ്ങൾക്കും പിന്നെ തൃശ്ശൂരിലെ നിവാസികൾക്കും ഇവിടുത്തെ കച്ചവടം ബലപ്പെടുത്താൻ നടക്കുന്ന ഒരു സമൂഹത്തിനും വലിയ ശ്വാസം മുട്ട് മാത്രം ഞങ്ങൾ സമ്മാനിക്കുന്നു. ഞങ്ങൾക്ക് നേരെ കുന്നംകുളത്ത് ഇറങ്ങി ഗുരുവായൂർ പോയാൽ മതി, അല്ലെങ്കിൽ കോഴിക്കോടിന് ശങ്കരമംഗലം വഴി, അല്ലേ, ചങ്ങരംകുളം വഴി പോയാൽ മതി എന്ന് നിശ്ചയിക്കുന്നവർക്ക് ഒരു വൺ വേ കൊടുക്കാം. തിരിച്ച് അതുപോലെ തൃശ്ശൂർ വരികയെ വേണ്ട എന്ന് പറയുന്നവർക്ക് അവിടുന്ന് കൊടുക്കാം. അപ്പോ എൻട്രി അറ്റ് മണ്ണുത്തി, എക്സിറ്റ് അറ്റ് ഓൺലി, നോട്ട് ഈവൻ ചൂണ്ടൽ, കുന്നംകുളം, ആൻഡ് ദെൻ പ്രൊസീഡ് ടു എനിവെയർ ഓൺ ദി നാഷണൽ ഹൈവേ 17. ഇങ്ങനെ ഒരു പദ്ധതിയാകാം. പക്ഷെ അത് എല്ലാവരുടെയും സമ്മതത്തോടെ ചെയ്യും. ആരെയും ദ്രോഹിക്കില്ല, ആരുടെയും അവകാശങ്ങൾ പിടിച്ചു പറിക്കില്ല എന്നുള്ളത് എന്റെ ജീവിതത്തിന്റെ തന്നെ ആപ്തവാക്യങ്ങളാണ്. ഒരാളെയും ദ്രോഹിക്കില്ല. അങ്ങനെ വന്നാൽ വീട്ടിൽ പോയിരിക്കും കേട്ടോ. പക്ഷെ ദ്രോഹമാണെന്ന് അലങ്കാരമായിട്ട് കൊണ്ടുവരരുത്, അത് പരിഗണിക്കപ്പെടില്ല. അതൊന്നും പറഞ്ഞില്ലേ? വിവാദം ഉന്നയിക്കേണ്ടവർക്ക് ഇതൊക്കെ ചുരണ്ടി നോക്കാൻ വന്നില്ലേ? അവർക്ക് ജീവിക്കണ്ടേ? അവർ ചുരണ്ടി നോക്കി ജീവിച്ചോട്ടെ, അത്രേ. രണ്ട് വകുപ്പുകൾ അങ്ങേക്കുണ്ട്. ടൂറിസത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ധാരാളം ഒരു ടൂറിസം പൊട്ടൻഷ്യലുള്ള ഒരു സംസ്ഥാനമാണ്. പ്രത്യേകിച്ച് തീർത്ഥാടന കേന്ദ്രങ്ങളെ എല്ലാം യോജിപ്പിച്ച് ഒരു ടൂറിസം സർക്യൂട്ട് ഉണ്ടാക്കാൻ ഒന്നത്. പിന്നെ പെട്രോളിയത്തിൻ്റെ ആയതുകൊണ്ട് ഞാൻ അതിനങ്ങ് പറഞ്ഞോട്ടെ, തുടിക്കുന്നു പറയാൻ, അതുകൊണ്ടാണ്. ഓക്കെ, ഈ കോൺസെപ്റ്റ് എടുത്ത് ഞങ്ങൾ ഒരു മോഡൽ മോഡ്യൂളായിട്ട് ഡോട്ട്സ് എടുത്തു. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പേരുകൾ ഞാൻ എൻ്റെ ടൂറിസം ഡയറക്ടർ വഴി
മിനിസ്ട്രിയിലെ ഡയറക്ടർ വഴി, പെട്രോളിയത്തിലെ ഡയറക്ടർ വഴി കപിൽജിയുമായി ബന്ധപ്പെട്ട് ഡോട്ട്സ് കൊടുത്തിട്ടുണ്ട്. അത് ടൂറിസം സെക്രട്ടറിയുടെ എത്തിയിട്ടുണ്ട്. ഒരു പ്ലാൻ ഉണ്ടാക്കി എനിക്ക് തരും. എൻ്റെ സ്പിരിച്വൽ ടൂറിസം സർക്യൂട്ട് എന്ന് പറയുന്നതിനുള്ള ഡോട്ട്സ് ഞാൻ പിക്ക് ചെയ്തിരിക്കുന്നത് നാഗപട്ടണം, വലിയ പള്ളി, വേളാങ്കണ്ണിയിൽ നിന്ന് ഡിണ്ടുക്കൽ ആ പ്രദേശത്ത് എവിടെ ഒരു അമ്പലമുണ്ട്, അതൊരു ഡോട്ടാണ്. കൃത്യമായിട്ട് ആ അമ്പലം തന്നെ പിക്ക് ചെയ്യണം. അതാണ് അടുത്ത ഡോട്ട്. അവിടുന്ന് നേരെ മംഗളാദേവി, മധുരൈ വരാതെ തന്നെ കമ്പം തേനി ക്രോസ് ചെയ്ത് മംഗളാദേവിയിൽ നിന്ന് ശബരിമല തൊടില്ല, നേരെ മലയാറ്റൂർ ടു കാലടി ടു കൊടുങ്ങല്ലൂർ, ചേരമാൻ മസ്ജിദ്, എവിടെയും ഒരു സ്കേപ്പിലും ഇല്ലാത്ത എന്റെ മാതാവ് ലൂർദ് മാതാവിൻ്റെത് ഫൈനൽ ഡോട്ടായിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇടയ്ക്ക് ഒരെണ്ണം വിട്ടുപോയത് അൽഫോൺസാമയുടെ ഖബറിടം, ഭരണങ്ങാനം, അതോ ഇല്ല, ഗുരുവായൂരെല്ലാം ഇതിനകത്തുനിന്ന് ട്രിബ്യൂട്ടറൈസ് ചെയ്യണം. അല്ലെങ്കിൽ ഇങ്ങനെ വരുന്നത് നമുക്ക് ഈ സർക്യൂട്ടിൽ ഉണ്ടാക്കാനൊക്കത്തില്ല. സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു നാഷണൽ പ്ലാനിലേക്ക് ചേരുന്ന, ഇത് തന്നെ ഒരുപക്ഷെ നാഗപട്ടണം വിട്ട് തിരുച്ചിറപ്പള്ളി അമ്പലത്തിൽ നിന്ന് ചിദംബരം വഴി അവിടെ മാംഗ്രൂവ് ഫോറസ്റ്റ് ഉണ്ട്. അപ്പൊ അത് ടൂറിസത്തിന്റെ എലമെന്റ് ആണ്. ആ മാംഗ്രൂവ് എന്ന് പറയുന്നത് എത്രയോ വർഷങ്ങളായിട്ട് അതിനിടയ്ക്കൂടെ യോട്ടിങ്ങും ഈ സീ ഫെയറിംഗ് പോലെ തന്നെ നടക്കുന്നുണ്ട്. അത് പക്ഷെ കാം വാട്ടേഴ്സ് ആണ്, മാർഷിയാണ്, ഒരു പ്രശ്നം ഉണ്ടായില്ല. ശ്രീ EP ജയരാജൻ ഒരു പദ്ധതി മാർക്സിസ്റ്റ് പാർട്ടിയുടെ പദ്ധതിയായിട്ടല്ല, ജനങ്ങൾക്ക് വേണ്ടി ഒരു കണ്ടൽ സൗഹൃദം എന്ന് പറയുന്ന പദ്ധതി 2001 കൊണ്ടുവന്നത് ഞാനാണ് തുടങ്ങി വെച്ചത്. അന്ന് അത് ചില രാഷ്ട്രീയ കോമരങ്ങൾ അതിനെ ധ്വംസിച്ചു. ഇന്നൊന്ന് പോയി നോക്കുവോ, അവിടെ കച്ചവടക്കാരാണ് സിമന്റ് ഇട്ട് കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. കണ്ടലിന്റെ വേര് മുറിച്ചാണ് റീറ്റെയിനിങ് വാൾ കെട്ടി റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളൊക്കെ എവിടെ പോയിരിക്കുക? കണ്ടൽ നിങ്ങളുടെ കരുതലല്ലേ? ഞാൻ ഇപ്പൊ പോയിരുന്നു വളപട്ടണം, പോയി നോക്കൂ. പക്ഷെ അന്ന് ഞാൻ ഉദ്ഘാടനം ചെയ്ത ഒരു പദ്ധതി എന്ന് പറയുന്നത് വെറും മുളയും ഈറയും വെച്ച് റീറ്റെയിനിങ് വാൾ ഉണ്ടാക്കി മണ്ണിട്ട് പൊക്കി, ജനങ്ങൾക്ക് എല്ലാത്തിനോടും വൈൽഡ് ആനിമൽസിനോട് സ്നേഹം വരണമെങ്കിൽ നമുക്ക് ഗ്രീൻ ടൂറിസം വരണം. വെർജിൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ അധീനതയിലുള്ള ടച്ച് മീ നോട്ട് എന്ന് പറയുന്ന സ്ട്രിക്റ്റ് റൂളുള്ള ബുക്ക് മാത്രം അനുസരിച്ച് പോകേണ്ട ഒരു ഡിമാർക്കേഷനാണ്. Accepting the virgin forest, get the children to experience, to breathe in a forest containing wild animals, worms, unseen cellular structures under the soil layer. വേണ്ട. അപ്പൊ കണ്ടലിനെ സംബന്ധിച്ച് ഇതാണ് ഉണ്ടായതെന്ന് ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. എന്തോ ഒരു ക്രൗര്യമാണ് കാണിച്ചത്. അന്ന് അതിനെ തടഞ്ഞ ഒരു വിഭാഗം ഇന്ന് അവിടെ നടക്കുന്ന ഇൻഡസ്ട്രിയലൈസേഷൻ അവസാനിപ്പിക്കുമോ? കണ്ടലിന് തിരിച്ചതിന്റെ പൂർവ രൂപം നൽകുമോ? പൂർവം നൽകുമോ? ചിദംബരം എന്ന് പറയുന്നിടത്ത് സിനിമാ ഷൂട്ടിങ്ങിന് മുഴുവൻ എൻ കർണന്റെ ജയശങ്കർ ജെയിംസ് ബോണ്ട് പടങ്ങളില് നിങ്ങൾ പോയി സ്പീഡ് ലോഞ്ചിൽ പോകുന്ന ഷോട്ടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം അവിടെയാണ്. ശിവാജി ഗണേഷിന്റെയും MGRന്റെ ഉണ്ടോന്ന് എനിക്ക് തീർച്ചയില്ല. എത്രയോ സിനിമകളാണ് അവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇന്നും എത്രയോ സിനിമ, ജെന്റിൽമാനിൽ അതുണ്ട്, ശങ്കർ സാറിന്റെ പടങ്ങളിലുണ്ട്, ശരത് കുമാർ സാറിന്റെ പടങ്ങളിലുണ്ട്. ആക്ഷൻ സീക്വൻസസ്, ഒരു വാട്ടർ ബോഡി ചേസ് എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് അവിടെയാ പോകുന്നത്. ആരാ തടഞ്ഞത്? അതിനെ തുടരുത്, അതിനെ സംരക്ഷിക്കണം, അത് ആവശ്യമാണ്. അപ്പോ ടൂറിസം സ്പോട്ടും അതിനകത്തുണ്ട്, സ്പിരിച്വലും ഉണ്ട്. ഇത് കണക്ട് ചെയ്ത് ചിലപ്പോൾ ഞാൻ തിരുപ്പതി വരെ കൊണ്ടുപോകും. ഒരു മോഡൽ മോഡ്യൂൾ എന്ന നിലയ്ക്ക് കൊടുത്തിരിക്കുന്നത് നാഗപട്ടണം തുടങ്ങി ലൂർദ് മാതാവിൽ വന്ന് ചേരുന്ന ഈ ഒരു സർക്യൂട്ടാണ്. ഇതിന്റെ ഒരു അനുബന്ധ സർക്യൂട്ട് ഒരു ബ്രാഞ്ച് ഔട്ട് കൊടുത്തിരിക്കുന്ന ഒരു സ്ഥലത്ത് മാത്രമാണ്. അതിന് മോസ്റ്റ്
എന്താണ് ഹ്യൂജസ്റ്റ്, അങ്ങനെ ഒരു വാക്കില്ല നമ്മുടെ ഡിക്ഷണറിയിൽ. പക്ഷെ അതിന്റെ വലിപ്പം, മഹിമ രേഖപ്പെടുത്താൻ പറയുകയാണ് ജൂതപ്പള്ളിയാണ്. ഫോർട്ട് കൊച്ചിയിലെ ജൂതപ്പള്ളിയായിരിക്കും ഇന്ത്യ ഗവൺമെന്റിന്റെ തന്നെ സഹകരണത്തോടെ ഉയർത്തിയെടുക്കാൻ പോകുന്ന ഏറ്റവും വലിയ, നമുക്കൊരു വർഷം ഒരു 500 ജൂത സമൂഹത്തിൽ പെട്ടവർ ഇവിടെ വന്ന് അവരുടെ പൂർവം ആഘോഷിക്കാനുള്ള വേദിയായി വളർത്തിയെടുക്കണമെന്നാണ് ആഗ്രഹം. നടപ്പിലാക്കിയെടുക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഈ തൃശ്ശൂർ മേയറെ സിനഗോഗ് ഇൻ ഫോർട്ട് കൊച്ചി. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് വല്ലാർപാടം പള്ളി അത് ഒന്ന് റൗണ്ട് ചെയ്ത് ഇനി കൊടുങ്ങല്ലൂർ എത്തുന്നതിന് മുമ്പ് ഏതാണ് ഒരു ഡോട്ട് കിട്ടിയാൽ ഒരു ട്രിബ്യൂട്ടറി വിൽ ഗോ ഫ്രം ദിസ് മെയിൻ ബ്രാഞ്ച് ആഫ്റ്റർ മലയാറ്റൂർ ആൻഡ് മേ ബി റീജോയിൻ അറ്റ് കൊടുങ്ങല്ലൂർ ഓർ ചേരമാൻ മസ്ജിദ്. പെട്രോളിയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ എന്തൊക്കെയാണ് പെട്രോളിയം വകുപ്പായിട്ടുള്ള പെട്രോളിയം അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കേരളത്തിൽ എന്തൊക്കെ സാധ്യതകൾ ഇപ്പോൾ ഉള്ളത് നാവിഗേഷന്റെ ഒരു മേഖലയിലാണുള്ളത്. അതിനെ സംബന്ധിച്ച് എനിക്കൊരു 4 മണിക്കൂർ ബ്രീഫിംഗ് ഉണ്ടായിരുന്നു. ഓയിൽ ആൻഡ് ഗ്യാസ് നാവിഗേഷൻ. നമുക്ക് ഈ ഡ്രില്ല് ചെയ്ത് പോകുമ്പോൾ മാത്രമാണ് കിട്ടുന്ന ക്രൂഡിന്റെ കാവിറ്റിയുടെ എക്സ്പാൻസ്. അത് ഫർദർ ഡ്രില്ലിങ്ങിലൂടെ നമുക്ക് ഫീസിബിൾ ആയ ഒരു ഇക്കണോമിക് അറേഞ്ച്മെന്റ്, കമേഴ്ഷ്യൽ അറേഞ്ച്മെന്റ് ഉണ്ടാവുമെന്നൊക്കെ ഉള്ളത് വിലയിരുത്തിയതിന് ശേഷമാണ്. ഇത് കണ്ടുപിടിക്കുന്നത് മുഴുവൻ ചില സ്പോട്ടുകളിൽ ചില റിപ്പിൾസ് ക്രിയേറ്റ് ചെയ്ത് അതിന് സീസ്മിക് വേവ്സ് എന്നാണ് പറയുന്നത്. സെസമിക് വേവ്സ് എന്നും പറഞ്ഞു ചിലർ. ആ സീസ്മിക് സ്റ്റഡി നടത്തിയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. കണ്ടുപിടിച്ച് ഇതിന്റെ മൊത്തം ഒരു എക്സ്പാൻസ് സ്കാൻ ചെയ്ത് മനസ്സിലാക്കി ഇത് ഫീസിബിൾ അല്ല എന്ന് തോന്നുന്നിടത്ത് നമുക്കതിനെ ഉപേക്ഷിക്കേണ്ടി വരും. അപ്പോൾ കൊല്ലം ശരിക്ക് പറഞ്ഞാൽ ഇനിയും ഒരു 10 മീറ്ററൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു പ്രോബ് പോകുന്നതിനെ സംബന്ധിച്ച് ISROയുമായിട്ട് ഈ നമ്മുടെ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ഒരു അപകട നിവാരണം, അപകടത്തിന്റെ ആഘാതം കുറയ്ക്കൽ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യൽ, ഇതിനെ സംബന്ധിച്ച് ആർക്കും അറിയാത്ത കാര്യമാണ്. ഫാദർ ജെയ്സൺ രാജഗിരി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അവിടുത്തെ ഒരു റിസർച്ചറാണ്. അദ്ദേഹം ഒരുപാട് ഐഡിയാസ് പറഞ്ഞതിനകത്ത് ഒരു സിമുലേറ്റർ ചെയ്തു. ആ സിമുലേറ്റർ 2021 പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം ശ്രീ കൃഷ്ണൻകുട്ടിയുമായി സംസാരിച്ച് ഒരു ചെറിയ തുക കൊടുത്ത് ആ സിമുലേറ്ററിന്റെ പൂർണ്ണ രൂപം ഡിസൈൻ ചെയ്തു വന്നു. പക്ഷെ ആ ഒരു മെഷീൻ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ഈ CSRകളിൽ നിന്നോ അല്ലെങ്കിൽ ഇതുമായിട്ടൊരു കോഡ് ഷെയറിംഗ് പോലെ വരാവുന്ന ചില എന്റർപ്രൈസുകൾ വരണം. അപ്പൊ അതിനെ സംബന്ധിച്ചും പിന്നെ ഡീസിൽറ്റേഷൻ ഓഫ് അൺവാണ്ടഡ് എലിമെന്റ്സ് ഇൻ ഡാം വാട്ടർ കളക്ഷൻ സെന്റേഴ്സ്, നമ്മുടെ വാട്ടർ കളക്ഷൻ ഇൻസൈഡ് ഡാംസ്, അതിന് പ്രോബ്, ആ പ്രോബ് ക്രൈസ്റ്റ് കോളേജിന്റെ റിസർച്ച് വിങ് ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അത് ഇലക്ഷന്റെ പ്രചരണത്തിന് പോയപ്പം അവർ ഒരു അരമണിക്കൂർ എടുത്ത് ഡിസ്കസ് ചെയ്തതാണ്. അത് സ്റ്റോറിലുണ്ടായിരുന്നു, അതും ഡിസ്കസ് ചെയ്തു. ആ പ്രോബിന് ഇനി നമുക്ക് എക്സ്റ്റൻഷൻസ്, ടെന്റക്കിൾസ് പോകണം. പോയിട്ട് അതിനകത്തുനിന്ന് സ്കാനേഴ്സ് വെച്ചിട്ട്, റിമോട്ട് സെൻസിങ് സ്കാനേഴ്സ് വെച്ചിട്ട് എത്ര അളവിലാണ് നമുക്ക് ചെളിയുള്ളത്. ഡാം ഉണ്ടാക്കുന്നത് ചെളിയും മണലും കെട്ടിയിടാനല്ലല്ലോ, നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം സ്റ്റോർ ചെയ്യാനല്ലേ. വെള്ളപ്പൊക്കത്തിൽ തുറന്നു വിട്ടപ്പോ ജനങ്ങൾക്ക് സ്വത്ത് നാശമുണ്ടായതോ നഷ്ടപ്പെട്ടതോ ജീവനുകൾ നഷ്ടപ്പെട്ടതോ വെള്ളം കുടിച്ചിട്ടല്ലല്ലോ, ചെളി ചെന്ന് നിറഞ്ഞിട്ടല്ലേ. അപ്പൊ ആ ചെളി അഭികാമ്യമാണോ? ഇനി ആ അഭികാമ്യത്തിലെ കാമം എടുത്ത് വരുത്തം ചെയ്യല്ലേ പ്ലീസ്. അങ്ങനൊക്കെ ചെയ്തവരുണ്ട്. പൊതുപരിപാടിയല്ല, അല്ലല്ല, ഉദ്ഘാടനം എന്റെ സഹപ്രവർത്തകർ ചെയ്യുന്നത് പോലെ. എന്താണ് സാർ, എന്തോ ഒരു അസംബന്ധമാണ് ഈ ചോദ്യം തന്നെ. അങ്ങനെ ചെയ്യൂ. ഞാൻ ഇവിടുന്ന് കാശ് മേടിച്ചോ? ഞാൻ ഇപ്പൊ പോയ ആ വെൽനസ് സെന്ററിന് കാശ് വാങ്ങിച്ചോ?
സാർ, ഒരു കലാകാരനെ കൊണ്ട് ചെയ്യിച്ച് ക്രയവിക്രയത്തിൽ വർധനമുണ്ടാക്കുന്ന കമേഴ്ഷ്യൽ എൻഗേജ്മെന്റ്സ് ഐ ഹാവ് ടു ഗെറ്റ് മൈ ഷെയർ. ഇറ്റ് ഇസ് മൈ റൈറ്റ്. പക്ഷെ അവിടെ ഒരു കാര്യം പറഞ്ഞത് നിങ്ങൾ ആരും അത് ഒന്ന് പെരുപ്പിക്കുന്നില്ല. അത് സങ്കടമുണ്ട്. ആ കാശിൽ നയ പൈസ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോയില്ല, പാവങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞത് എന്തേ നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടിയില്ല? അലിഗേഷൻ അല്ല. ഇറ്റ് ഇസ് എ വെരി റോങ് ബാഡ് ടെൻഡൻസി. അതല്ലേ നിങ്ങൾ എടുക്കേണ്ടത്. ഇല്ല ഇല്ല, എന്താ രണ്ടാമത് പറഞ്ഞ? അതായത് ഒരു പ്രോബ് ഇപ്പൊ ഇട്ട് ഡാമില് പല സ്ഥലത്തും ഇത് 2006 സഖാവ് അച്യുതാനന്ദൻ അദ്ദേഹത്തോട് പറഞ്ഞതാണ്. അന്ന് പക്ഷെ ഈ എല്ലാത്തിനും ലോക്കൽ കമ്മിറ്റികൾ ഇടപെട്ട് പാടില്ല. ഉടനെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എനിക്ക് തോന്നുന്നു ഇസ് ഫോർ ഇറ്റ്. ഇനി നമുക്ക് പല പാഠങ്ങളിൽ നിന്ന് ഇപ്പൊ ഇവിടെ തന്നെ കുമ്പാരി സമൂഹങ്ങളുടെ ഇടയിൽ ഇതാണ് സത്യത്തിൽ ജനകീയം മനസ്സിലാക്കൽ. ജനകീയം മനസ്സിലാക്കലാണ്, അതാണ് ആദ്യം ആവശ്യമുള്ളത്. ഇലക്ഷൻ പ്രചരണത്തിന് വോട്ട് ചോദിക്കാൻ പോയപ്പോൾ ഞാൻ വോട്ട് ചോദിക്കാത്ത ഇടങ്ങളിലും അവരുടെ പ്രശ്നങ്ങൾ എനിക്ക് വന്ന് അധികമായിട്ട് വന്നുകൊണ്ട് വോട്ട് ചോദിക്കാൻ മറന്നുപോയ ഇടങ്ങളാണ്. കുമ്പാരി സമൂഹത്തിലാണ് ഞാൻ വോട്ട് ചോദിക്കാത്തത്. അവർ തന്നോന്ന് പോലും ഞാൻ അന്വേഷിച്ചിട്ടില്ല. അവര് പറഞ്ഞത് ഈ ഒരു ആവലാതിയാണ്. അതുപോലെ ടൈൽ മാനുഫാക്ചറേഴ്സ്, തൃശ്ശൂരാണ് കേരളത്തിന്റെ തലസ്ഥാനം, പിന്നെ ഉള്ളൂ കോഴിക്കോട്. എവിടെ നിന്നാണ് ചെളി വരുന്നത്? എങ്ങനെയാണ് ഒരു പരമ്പരാഗത സംവിധാനം നമ്മൾ നിലനിർത്തേണ്ടത്? എങ്ങനെയാണ് അവർക്കൊരു പ്രതി സംവിധാനം ഒരുക്കി കൊടുക്കേണ്ടത്? മുതലാളിമാർക്കല്ല. മുതലാളിമാരൊരു 20 or 25 പേരേ ഉള്ളൂ. ഓരോ മുതലാളിയുടെയും കീഴിൽ വേറെ ഒരു തൊഴിലും പഠിക്കാത്ത മക്കളെ IAS വരെ ആക്കണമെന്ന് ആഗ്രഹിച്ച് അവിടെ വരെ എത്തിയത് വളരെ വിരളം, ചിലപ്പോൾ ഉണ്ടാവുകയില്ല. ഇനിയുള്ള കൊച്ചുമക്കളെ ഒന്ന് എത്തിക്കണമെന്ന് വിചാരിച്ച് ചെളിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എത്ര കുടുംബങ്ങളാണുള്ള? ഒരു 10,000 കുടുംബം വരുമോ? ആ മക്കളൊന്നും നല്ല വസ്ത്രവും ഭക്ഷണവും കഴിക്കണ്ടേ? നല്ല സ്കൂളിൽ പോകണ്ടേ? പഠിച്ച് നല്ല ലെവലിലെത്തണ്ടേ? നല്ല സമ്പാദനം നടത്തണ്ടേ? ഈ അമ്മുമ്മയുടെ അല്ലെങ്കിൽ അപ്പൂപ്പന്റെ ശേഷക്രിയയെങ്കിലും 10 പേരറിയെ അഭിമാനപൂർവ്വം അവർക്ക് നടത്തിയെടുക്കണ്ടേ? അതിനുള്ള ഒരു ജീവിത അന്തരീക്ഷം അവർക്കുണ്ടാവണ്ടേ? Why do you need water to be replaced by all the unwanted elements which have formed as siltation? You have to desilt it. That is, see, what is the basic concept of any project, irrigation project or hydroelectric project? What is a dam built for? To collect a good amount of water, most possible amount of water, like how you save it for a rainy day. പക്ഷെ ഈ റെയിൻ ആണ് അതില് നമ്മുടെ സണ്ണി ഡേയ്സ്. അതിലിത് കളക്ട് ചെയ്ത് വെക്കുന്നിടത്ത് ഈ മണ്ണെന്തിന് ആർക്ക് വേണം? ആവശ്യമുള്ളവർക്ക് അതെടുത്ത് കൊടുക്കുക. അത് സർക്കാരിന്റെ ഒരു വരുമാനമാവണം. ഡാമിന്റെ ബലം മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഈ പ്രോബ് പോയി കണ്ടുപിടിക്കുന്നത് ഈ ഡാമിന് അഭികാമ്യമല്ലാത്ത എന്തൊക്കെയുണ്ടോ അത് ഏതൊക്കെ തരത്തിലുള്ളതാണ്. ഈ നമ്മുടെ ഫേഷ്യലിനും ചില നേച്ചർ ക്ലെൻസിങ്ങിനും ഒക്കെ ഉപയോഗിക്കുന്ന മഡ് വരെ അതിനകത്തുണ്ട്, ആയുർവേദിക് ക്വാളിറ്റി ഉള്ള. ഈ ചെളിയും മണ്ണും എടുത്തുകൊണ്ട് വന്നത് പല കാട്ടിനകത്തുള്ള പല ആയുർവേദ ഗുണങ്ങളുള്ള അത് ശേഖരിച്ചു വെച്ചിരിക്കുന്ന വേരുകൾ തഴുകിയാണ് ഇത് വന്നിട്ടുള്ളത്. പല വേരുകളും ഒടിഞ്ഞ് കുത്തൊഴുക്കിൽ വന്ന് ഇതിനകത്ത് ഇറങ്ങി അത് മുഴുവൻ ഡിസെമിനേറ്റ് ചെയ്ത് ഈ ചെളിയിൽ അതിന്റെ ഔഷധാംശം കിടപ്പുണ്ട്. ഇതൊക്കെ ലെയർ തിരിച്ച് ഓരോ വിലയും നിശ്ചയിച്ച് സർക്കാരിന് നല്ല വരുമാനം, അല്ലാതെ ഇലക്ട്രിസിറ്റിയും വെള്ളവും കൊടുത്ത് മനുഷ്യനെ കൊല്ലുന്ന പരുവത്തിലാക്കരുത്. Government should make money, generate money rather than squeeze money and turn extortionists. ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു കാർഷിക വായ്പയുടെ നബാർഡ് വായ്പ സംബന്ധിച്ച 4% പരിശീലിക്ക് തിരികെ കൊണ്ടിരുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്നു. സമയം പറയാം. ഇത്രയേ ഉള്ളൂ അതിന് ഉത്തരം. ഒരു കത്താണ് ഇവിടുന്ന് പോയി അത് നശിപ്പിച്ചതെങ്കിൽ ആരോപണങ്ങളൊന്നുമില്ല. ആരയച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ നിങ്ങൾ അന്വേഷിക്കാം.
ആ കത്തിന് മറുകത്ത് വരുമെന്ന് ഞാൻ ആ നബാർഡിനെ അറിയിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ. അത് തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ആ കത്തിനുള്ള ഒരു മറുകുത്ത് കത്ത് ഞാൻ അയക്കുന്നുണ്ട്. പെട്രോളിയത്തില് ഇപ്പോൾ വേറൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ ഗവൺമെന്റിന്റെ പുതിയ നിർദ്ദേശം അനുസരിച്ച് LPG മറ്റേ ഗ്യാസ് കണക്ഷനുള്ള വീണ്ടും ഒരു മസ്റ്ററിങ്ങിന് അതൊക്കെ ഈ സിസ്റ്റം എന്ന് പറയുന്നത് സാധാരണക്കാരെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന പക്ഷെ സാർ, ഒരു കാര്യമായിട്ട് നമ്മള് ആരെയും കുറ്റം പറയുക. ഈ സിസ്റ്റത്തെ ഒരുപാട് അങ്ങ് വഴിതെറ്റിച്ച് കൊണ്ടുപോയി മരണക്കിടക്കയിൽ എത്തിക്കുന്ന അവസ്ഥയിൽ നിന്ന് തിരിച്ചു പിടിച്ചു കൊണ്ടുവരുമ്പോൾ ഉള്ള ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് മുഴുവൻ പെയിൻഫുള്ളായി. ചിലപ്പോൾ ചില ഓർഗൻസ് വരെ എടുത്ത് മാറ്റിക്കളയുന്ന, അങ്ങനെയല്ലേ, പ്രോസ്റ്റേറ്റ് എടുത്ത് മാറ്റിക്കളഞ്ഞിട്ട് മനുഷ്യൻ ജീവിക്കുന്നില്ലേ, അത് ക്രൂരതയാണ് എന്ന് പറയുന്ന അതേ ഒരു രീതി നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. ഒരു ഇഞ്ചക്ഷനിൽ തീരേണ്ടത് ഒരു ഓർഗൻ ഉപേക്ഷിക്കുന്നിടം വരെ എത്തിച്ച ഒരു മിസ്മാനേജ്മെന്റ്, മിസ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാത്രമാണ് വരുന്നതെന്ന് എന്നെ വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളെ അറിയിക്കുമ്പോൾ നിങ്ങൾ വിശ്വാസം. ഇതിനകത്ത് കള്ളത്തരമില്ല. LNG എന്ന് വരുന്നത് ഞാനൊന്നും ഇരുന്നിട്ടില്ല അവിടെ. അപ്പോഴേക്ക് ടാങ്കറുകൾ വരുന്നത് എങ്ങനെ അപകടം? അല്ല, ഇതിനൊക്കെ എനിക്ക് മിനിസ്ട്രിയിൽ നടക്കുന്ന ബ്രീഫിംഗിൽ ഇപ്പോഴത്തെ സംവിധാനങ്ങളെല്ലാം ബ്രീഫ് ചെയ്ത് തന്നെ അറിയിക്കുന്നു. ഞാൻ ഇടയ്ക്ക് ഒരുപാട് ഇന്റർവെൻഷൻ നടത്തുന്നുണ്ട്. അത് ഞാൻ കലാകാരനായതുകൊണ്ടാണ് അവിടെ ഞാൻ ആ മര്യാദ കാണിക്കാറില്ല. ഒരു കാര്യം പറയുമ്പോൾ വെയിറ്റ്, ക്യാൻ വി ഹാവ് അനദർ ഓപ്ഷൻ എന്ന് പറഞ്ഞ് കയറുമ്പം പണ്ട് നമ്മുടെ ജോസഫ് സാറ് പറഞ്ഞ പോലെ അവർക്ക് ഞങ്ങളുടെ ഫ്ലോ അങ്ങ് പോയി എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അവരത് മിനിസ്റ്റർ ആയതുകൊണ്ട് പറയില്ല. പക്ഷെ അങ്ങനെ ചോദിച്ചതായ ഇതിനുള്ള ഒരു പ്രതിവിധി. പക്ഷെ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ഗെയിൽ കൊച്ചി വരെ എത്തുമെങ്കിൽ കൊച്ചിയിൽ നിന്ന് ട്രിബ്യൂട്ടറൈസ് ചെയ്യാനുള്ള അവിടുത്തെ റീറ്റെയിലേഴ്സിന്റെ ആവശ്യം വന്നിട്ടുണ്ട്. കൊല്ലത്തുള്ള റീറ്റെയിലർ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് കടൽക്കര വഴി എങ്ങാനും ഒരു പൈപ്പിട്ട്, ഒരു ഫ്ലെക്സോ പൈപ്പിട്ട് ഇതൊന്ന് കൊണ്ടുവരാനുള്ള സെക്യൂരിറ്റിയുടെ മുഴുവൻ മെഷേഴ്സും സ്വീകരിച്ച് സാധിക്കുമോ? ഇതും ഞാൻ എൻ്റെ മിനിസ്ട്രിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കൊരു റിസർച്ച് വിങ് ഉണ്ട്, ഒരു അനാലിസിസ് വിങ് ഉണ്ട്. ഇവർ രണ്ടുപേരും അറിയിക്കുന്നതനുസരിച്ചാണ് അഡ്മിനിസ്ട്രേഷണൽ വിങ് അത് സാധിച്ചിരുന്നത്. മന്ത്രിയുടെ മിടുക്കല്ല. മന്ത്രിക്ക് ജനങ്ങളുമായിട്ടുള്ള അഡ്മിനിസ്ട്രേഷനിലേക്കുള്ള ഒരു ബ്രോക്കർ പണി മാത്രമാണുള്ളത്. സെൻസിബിൾ എന്ന് തോന്നുന്നതിന് വേണ്ടി മന്ത്രിക്ക് അവിടെ ആഞ്ഞടിച്ച് ആവശ്യപ്പെടാം. ഇല്ല, ഇതെന്റെ പദ്ധതി, ഇത് നടക്കണം, യു ഫൈൻഡ് ദ മീൻസ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, യു ഹാവ് ടു ഫൈൻഡ് ദ മീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം ഞാൻ എന്ത് പറയും? സിനിമ ചെയ്യുന്ന പോലെ തോക്കൊന്നും എടുത്ത് കാട്ടി ഭീഷണിപ്പെടുത്താനൊന്നും നോക്കത്തില്ലല്ലോ, അല്ലേ? ജനാധിപത്യമല്ലേ ഇത്. ഇനി അതും പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ ഒരു സാധ്യത മുടക്കാൻ വേണ്ടി ആൾക്കാർ വരരുത്. ഈ റോഡിൽ കൂടി ഓടിപ്പോകുന്ന ക്യാപ്സ്യൂൾസ് ടു ബി പുട്ട് ഇൻ സ്പെസിഫിക് സ്പേസസ്. ആ സ്പേസ് എന്താണെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ലെറ്റ് ദി അപ്രൂവൽ കം, ഐ വിൽ ഡിസ്ക്ലോസ് ഇറ്റ് ടു യു. വന്നാൽ റെവല്യൂഷണറി ആയിരിക്കും. ഓൺലി ഫോർ ദ ഫാക്ട് ദാറ്റ് എന്റെ ബുദ്ധി വലുതായതെന്നല്ല, പക്ഷെ ഇത്രയും കാലം അതിനെക്കുറിച്ച് ആരും ആലോചിച്ചില്ല എന്നുള്ളത് കൊണ്ട് മഹത്വം മാത്രം തുളുമ്പുന്ന ഒരു എക്സസൈസ് ആയിരിക്കും. കൂടുതൽ ട്രാക്ക് എടുക്കാനുള്ള വീതി തന്നില്ലെങ്കിൽ നടക്കില്ല. നമുക്ക് ഒരു കാരണവശാലും ബഡ്ജറ്റ് കഴിയുമ്പോൾ ട്രെയിൻ കിട്ടിയില്ല എന്ന് പറയാനൊക്കത്തില്ല. കൂടുതൽ സ്റ്റോപ്പുകൾ ഇപ്പോൾ ഓടുന്ന സ്റ്റോപ്പുകളിൽ നിന്ന് അധികമായി കൊടുക്കണമെങ്കിൽ ബാക്കി 10 ട്രെയിനുകളുടെ സ്പീഡ് നിങ്ങൾ കട്ട് ചെയ്യണം. അപ്പൊ സമയത്ത് എത്തിയില്ല എന്ന് പറഞ്ഞും ബഹളം ഉണ്ടാക്കുന്നത് നമ്മളാണ്. അതിന് വീതി അല്ല, അതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. അങ്ങനെയല്ല. നമ്മൾ എങ്ങനെയാണോ കായംകുളത്ത് നിന്ന് ആലപ്പുഴ വഴി അരൂരേക്ക് വന്നത്, അരൂർ വഴി നമ്മുടെ സൗത്തിലേക്ക് വന്നത്, അതുപോലെ ഒരു ലൈൻ
ഗുരുവായൂരേക്കുള്ള ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ലൈൻ പോലും ഒരു പ്രോപ്പർ അലൈൻമെന്റ് കൊണ്ടുവന്ന് ഇരഞ്ഞാലക്കുടയിൽ നിന്ന് ബൈഫക്കേറ്റ് ചെയ്ത് ഗുരുവായൂർ, പൊന്നാനി ആ പ്രദേശത്തൂടെ പോയി തിരൂര് ചെന്ന് ചേരുന്നത് മാതിരി ഒരു പദ്ധതിയാണ് ഞാൻ റെയിൽവേ മിനിസ്റ്ററുമായിട്ട് അത് ഇലക്ഷന് മുമ്പ് സംസാരിച്ചതാണ്. ഇനിയിപ്പോ ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ച് ഒരു പദ്ധതി രേഖയുമായിട്ട് റെയിൽവേക്ക് മിനിസ്റ്റർ അടുത്ത് ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഇരിക്കുന്നത് വിഴിഞ്ഞം ഹാർബറിനെ സംബന്ധിച്ച ഒരു റെയിൽവേ ട്രാൻസാക്ഷൻസ് നടത്താനുള്ള ട്രെയിലർ മൂവ്മെന്റ്. ഈ പറഞ്ഞ വികാരം തന്നെയാണ്. ട്രെയിലറുകളും കയറി പോകുന്ന റോഡിലൂടെ പോകുന്ന ട്രാഫിക് അത് വലിയ അപകടമാണ്. ഇത് ട്രെയിലറൊക്കെ ഇങ്ങനെ ചരിഞ്ഞ് വീഴുന്നുണ്ട്. കാരണം ഇതിനകത്ത് കയറി വരുന്ന സാധനം ലോക്ക് ചെയ്ത് വരുന്നതാണ്. അത് കസ്റ്റംസിന്റെയും ഇമിഗ്രേഷന്റെയും NIA-യുടെയും സ്കാനിങ് കഴിഞ്ഞ് മാത്രമാണ് ഇതിനകത്തോട്ട് കയറ്റിവെക്കുന്നത്. വെള്ളത്തിനകത്ത് വരുന്ന ഇതിന്റെ ബോയൻസി എന്ന് പറയുന്നതായിരിക്കത്തില്ല 18 or 20 വീലുകളിൽ പോകുമ്പോൾ അതിന്റെ ബോയൻസി എന്ന് പറയുന്നത് ചിലപ്പോൾ ഇതിനെ ഒരു ടോപ്ലിംഗിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ അതെല്ലാം കണക്കിലെടുത്ത് റെയിൽവേയിലൂടെ മാക്സിമം മൂവ്മെന്റ് ഫ്രം വിഴിഞ്ഞം ടെർമിനൽ, ട്രിവാൻഡ്രം പോർട്ട് ടെർമിനൽ, അതങ്ങനെ ബ്രാൻഡിങ് വരണം. അതിനുവേണ്ടിയും ഒരു യുദ്ധം ആരംഭിച്ചിട്ടുണ്ട്. അത് വിഴിഞ്ഞം എന്ന് പറയുമ്പോഴത്തേക്കും വേറെ സെറ്റ് എന്ന് പറയുന്ന അടുത്ത ചോദ്യമാണ്. ഇറ്റ് ഹാസ് ടു ബി ട്രിവാൻഡ്രം. കോഡിംഗ് ഉണ്ട്, ഇന്റർനാഷണൽ കോഡിംഗ്. നമുക്ക് ട്രിവാൻഡ്രം എയർപോർട്ടിന്, ഇന്റർനാഷണൽ എയർപോർട്ടിന് കിട്ടിയിരിക്കുന്നത് TRV ആണ്. അതുപോലെ ഒരു കോഡിംഗ് ഇതിന് വേണം. അപ്പൊ ട്രിവാൻഡ്രം പോർട്ടിൽ നിന്ന് നേരെ ബാലരാമപുരത്തേക്കോ നേമത്തേക്കോ അല്ലെങ്കിൽ നെയ്യാറ്റിൻകരയിലേക്കോ, ഇത് ഈസി ട്രാൻസാക്ഷൻ എങ്ങനെയാണ് ഒരു നമുക്കത് മൊബിലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന അലൈൻമെന്റ്, സ്ഥലം കിട്ടുന്നതിനകത്ത് തടസ്സം, ഭീകരമായി വരുന്ന ഏരിയ, ഇതെല്ലാം ഒഴിവാക്കിയുള്ള ഒരു പാത കണ്ടെത്തി, ഒരു സ്റ്റേഷൻ കണ്ടെത്തിയാൽ ഡയറക്ട്ലി നോട്ട് ടു ഹിറ്റ് ദ സ്റ്റേഷൻ, ബട്ട് ആ ഒരു ട്രാക്ക് അല്ലെങ്കിൽ 2 ട്രാക്ക്, സിംഗിൾ ട്രാക്കാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങോട്ട് ട്രെയിൻ വരുമ്പോൾ അങ്ങോട്ട് വിടാൻ പാടില്ല. ഇത് നേരെ ചെന്നിട്ട് ബൈഫക്കേറ്റ് ചെയ്ത് മംഗലാപുരം വേർഡ്സ് അല്ലെങ്കിൽ ട്രിവാൻഡ്രം വേർഡ്സ് ആൻഡ് തമിഴ്നാട് വേർഡ്സ്, അത് ബൈഫക്കേറ്റ് ചെയ്ത് പോകണം. ഇപ്പൊ കിട്ടിയിരിക്കുന്നത് ഒരെണ്ണം പോയി ഏത് സ്റ്റേഷനാന്ന് പറഞ്ഞാൽ അവിടെ ചെന്നിട്ട് പിന്നെ ഷണ്ടിങ് എന്ന് പറയുന്നത് ഇത്രയും ലോഡ് വെച്ച് ട്രാക്കിന്റെ മെയിൻ്റനൻസ്, ട്രാക്കിന്റെ സസ്റ്റൈനബിലിറ്റി, ഇതിനെല്ലാം ബാധിക്കുന്നതാണ്. ഇത് മുഴുവൻ പോർട്ടുമായിട്ട് സംസാരിച്ചു, അവർക്ക് ബോധ്യപ്പെട്ടു, പുതിയ അപേക്ഷ തന്നു, അത് 2 മിനിസ്റ്റേഴ്സിനും കൊടുത്തു. സോനോവാൽജി എൻ്റെ അടുത്ത് 11-ാം തീയതി പോർട്ടിലെത്താൻ പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം വരുന്നു. അദ്ദേഹം അത് ഒഫീഷ്യലായിട്ട് റെയിൽവേയെ അറിയിക്കും. അത് കഴിയുമ്പം അശ്വിനി വൈഷ്ണവ് ജി വരും. ഇത് സാധ്യമാകും. അപ്പോ ഞാൻ തൃശ്ശൂര് തെരഞ്ഞെടുത്ത തൃശ്ശൂരിന്റെ MP അല്ല, കേരളത്തിന്റെ MP ആയിരിക്കും, തമിഴ്നാടിന്റെ MP ആയിരിക്കും. തമിഴ്നാട്ടുകാരോട് പോയി ചോദിക്കുക. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. യു ഷുഡ് നോട്ട് ഹോൾഡ് മീ ഫർദർ. ദർ ആർ പീപ്പിൾ വെയിറ്റിംഗ്. പ്ലീസ്. അത് ഇന്നെനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ആണ്. പരിശോധിക്കാം, ഉറപ്പായിട്ടും പരിശോധിക്കാം. ഓൺലൈനിലൂടെ പേ ചെയ്ത് ടിക്കറ്റ് എടുത്ത് പോയി വാങ്ങുക എന്ന് പറയുന്ന ഒരു സംവിധാനം വന്നു എന്നും പറയുന്നു. അപ്പൊ അന്വേഷിക്കണം. എനിക്ക് അല്ലാതെ ഒന്നും പറയാം. ഏതാ MP